Hi dears, welcome to Again Learning. Parallel lines അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എക്സാമിലേക്ക് വേണ്ടത്. അപ്പോൾ കുറേ മാർക്കിന് ചോദ്യങ്ങൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരും. ഈ ചാപ്റ്റർ നമുക്കൊന്ന് സെറ്റ് ആക്കിയാലോ? ഓക്കെ, നോക്കാം. പാരലൽ ലൈൻസ് ചാപ്റ്ററിൽ നിങ്ങൾ ഫസ്റ്റ് തന്നെ പഠിച്ചു വെക്കേണ്ടത് ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ എന്തായാലും ഈ ചാപ്റ്ററിൽ ഇങ്ങനെ ഒരു സെക്ഷൻ ഉണ്ടാവും. നമ്മൾ ഈ പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ ലൈൻസ് വരച്ചിട്ട് കട്ട് ചെയ്ത് പോകുന്ന പരിപാടിയില്ലേ, നമ്മുടെ റേഷ്യോ വരുന്ന ഭാഗം. ആ റേഷ്യോ വരുന്ന അനുപാതമാക്കി നമ്മൾ എഴുതുന്ന ആ ഭാഗമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഒന്നാമത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റിന്റെ ആൻസർ പറയുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളോട് ചേർത്ത് പറയാം. ഇൻ ദ ഫിഗർ AP, BQ and CR are 3 parallel lines. AC equal 5 cm. PR എന്ന് പറയുന്നത് 15 ആണ്. വാല്യൂസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. AC എന്ന് പറഞ്ഞാൽ ഇത് മുഴുവനായിട്ടാണ്. ഇത് മുഴുവനായിട്ടുള്ള ലെങ്ത് തന്നിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് ആയിട്ട് എത്രയാണ്? 5 ആണ്. 5 ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് PR, ഇത് മുഴുവനായിട്ടുള്ളത് 15 ആണ്. അത് കംപ്ലീറ്റ് 15 മാർക്ക് ചെയ്ത് വെക്കണോ? ഇത് കംപ്ലീറ്റ് 5ഉം ഇവിടെ ഇത് കംപ്ലീറ്റ് എല്ലാം കൂടെ PR മുഴുവനായിട്ട് 15 സെന്റിമീറ്റർ ഉണ്ടെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. AB 2 ആണ്. AB ഈ ചെറിയ കഷ്ണം 2. ഇത്രയാണ് ക്വസ്റ്റിലുള്ള ഡാറ്റ. ഇനി നിങ്ങളോട് ചോദിക്കുന്നത് വാട്ട് ഈസ് AB ഈസ് ടു BC? AB ഈസ് ടു BC എത്രയാണ്? AB എന്ന് പറഞ്ഞാൽ ഇത്രയും, BC എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇത് മുഴുവനായിട്ട് 5 ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ 2 അങ്ങോട്ട് കുറച്ചാൽ ബാക്കി ഇവിടെ ഈ BCയുടെ നീളം നമുക്ക് എത്ര കിട്ടും? 3 ആണെന്ന് കിട്ടൂലേ? 3 സെന്റിമീറ്റർ. അങ്ങനെ ഇവിടെ 2ഉം ഇവിടെ 3 ഉണ്ടെങ്കിൽ AB ഈസ് ടു BC എന്ന് പറയുന്ന ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്താ? AB ഈസ് ടു BC 2:3 ആയിരിക്കും. കിട്ടിയില്ല മക്കളെ? 2:3. ആ ഒരു ചെറിയ ഭാഗം 2ഉം ബാക്കിയുള്ളത് 3ഉം. AB ഈസ് ടു BC 2:3 ആണ്. റെഡി? രണ്ടാമത്തെ ചോദ്യം, അങ്ങനെയെങ്കിൽ PQ ഈസ് ടു QR എത്രയാണ്? PQവും QRും എത്രയാ? നമുക്ക് ഈ ചാപ്റ്ററിൽ അറിയുന്ന ഒരു തിയറി എന്താണ്? നമ്മുടെ കയ്യിൽ ഇങ്ങനെ കുറെ പാരലൽ ലൈൻസ് ഉണ്ട്. ആ പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ നിങ്ങൾ ഇതാ ഇങ്ങനെ വേറെ 2 ലൈൻസ് ഇതാ ഇങ്ങനെ വരച്ചു വെക്കുന്നു. അങ്ങനെ പാരലൽ ലൈൻസിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ ലൈൻ വരച്ചു വെച്ചാൽ ആ ലൈൻസ് എല്ലാം കട്ടാവുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ഒരേ റേഷ്യോയിലേക്കും കട്ടാവുക. നമ്മൾ എങ്ങനെയാ പഠിച്ചത്? 3 or more parallel lines cut any 2 lines in the same ratio. ഇവിടെ ഏത് റേഷ്യോയിലാണോ ഇത് 2 കഷ്ണമായത് അതേ റേഷ്യോയിലായിരിക്കും ഇവിടെയുമായി ഉണ്ടാവുക. ഒരേ അനുപാതത്തിലാണ് വരിക. അപ്പൊ നമ്മുടെ ക്വസ്റ്റിൽ ഇപ്പൊ എന്താ വന്നത്? നമ്മുടെ ക്വസ്റ്റിൽ വന്ന പോലെയാണ് ഇതാ ഇവിടെ ഒരു 2ഉം ഇവിടെ ഒരു 3ഉം ആണ്. അപ്പൊ അത് 2:3 എന്നാണ് റേഷ്യോ. അതേപോലെ തന്നെയുള്ള റേഷ്യോ ആണ് ഇപ്പുറത്തും ഉണ്ടാവുക. ഈ ഭാഗത്തിന്റെ റേഷ്യോയും 2:3 ആയിരിക്കും. ഇവിടെ മുതൽ ഇവിടം വരെയും ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കും 2:3 തന്നെ ആയിരിക്കും. ഓക്കെ ആണേ? അങ്ങനെ നമുക്ക് ആ ക്വസ്റ്റിന്റെ ആൻസറിലേക്ക് പോവാം. PQ ഈസ് ടു QR എന്ന് പറഞ്ഞാൽ ഇതും ഈ 2 വരകളും നമ്മുടെ പാരലലിന്റെ ഉള്ളിൽ വരച്ച വരകളാണ്. അങ്ങനെ ഇവിടെ 2:3 ആണെങ്കിൽ ഈ PQ ഈസ് ടു QRും അതേപോലെ തന്നെ 2:3 എന്ന് തന്നെയാണ് ആൻസർ വരിക. അപ്പൊ നിങ്ങൾ ഇതിന്റെ കൂടെ ഒരു കാര്യം കൂടെ പഠിച്ചു വെക്കുക. ഇതിപ്പം പല ഡിസ്റ്റൻസിലല്ലേ വെച്ചത്. അതിന് പകരം നമ്മൾ ഒരേ അകലത്തിൽ, തുല്യ അകലത്തിലാണ് പാരലൽസ് വരയ്ക്കുന്നതെന്ന് വിചാരിക്കാം. ഈ വരയ്ക്കുന്ന പാരലൽ ലൈൻസ് ഇങ്ങനെ ഒരേ അകലത്തിൽ ഇതേപോലെ ഒരേ അകലത്തിൽ പാരലൽ ലൈൻസ് വരച്ചിട്ട് ആ പാരലലിന്റെ അകത്താണ് നിങ്ങൾ കട്ട് ചെയ്യുന്ന ലൈൻസ് ഇങ്ങനെ വരയ്ക്കുന്നതെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമ്മളെ പോയിന്റ് എന്താ? പിന്നെ ഇവിടുത്തെ റേഷ്യോ എന്ന് പറയുന്നത് തുല്യ റേഷ്യോ എന്ന് വെച്ചാൽ ഇതെല്ലാം തുല്യ ഭാഗങ്ങൾ. ഇത് 3 ഒരേ വലുപ്പമുള്ള ഭാഗങ്ങളായിരിക്കും. ഈ 3 എണ്ണവും തുല്യമായിരിക്കും, ഒരേ വലുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ റേഷ്യോ പറഞ്ഞാൽ 1:1:1 എന്നായിരിക്കും റേഷ്യോ വരിക. ഇങ്ങനെ പല അകലത്തിലാണെങ്കിൽ ആ റേഷ്യോ തുല്യമാണെന്ന് പറഞ്ഞു. ഒരേ അകലത്തിലാണെങ്കിൽ പിന്നെ ആ റേഷ്യോ 1:1:1 അങ്ങനെയാണ് ആ റേഷ്യോ പോവുക. അതല്ലെങ്കിൽ ഇതെല്ലാം തുല്യ ഭാഗങ്ങളായിട്ടാണ് മുറിയുക. ഈ കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക സ്റ്റാർട്ടിങ്ങിലുള്ള. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആ ഭാഗത്ത് നിന്ന് കിട്ടും. അത് മാത്രമല്ല അടുത്ത സെക്ഷനിലേക്ക് പോയാൽ കുറച്ചും കൂടെ ഇതേ കോൺസെപ്റ്റ് തന്നെയാണ് ഈ ചാപ്റ്റർ പകുതിയോളം പോകുന്നത്. ഓക്കെ ആണേ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഇവിടെ ബാക്കിയുണ്ട്. QR-ന്റെ നീളം എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. QR-ന്റെ നീളം ഏതാ? QR ഈ ചെറിയ കഷ്ണമായ QR-ന്റെ നീളം ചോദിക്കുന്നു. നമുക്ക് നോക്കേ, ഇവിടെയുള്ള ഈ ചെറുത് ആ QR-ന് കണക്കാക്കിയിട്ട് ഇവിടെയുള്ള ആള് 3. ഞാൻ ഈ 3ഉം ഇനി ഇത് മുഴുവനായിട്ടുള്ള 5 കണ്ടോ, അത് രണ്ടും കൂടിയാണ് ഞാൻ റേഷ്യോ ഉണ്ടാക്കുന്നത്. ഞാൻ എഴുതാം. ഒരു ഭാഗം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്ക് അപ്പുറത്തെ ഭാഗം പറയാൻ പറ്റും നോക്കണേ. ഈ BCയും ഇത് മുഴുവനായിട്ടുള്ള ABയും കൂടെ ഞാനൊരു റേഷ്യോ ആക്കി പറയാണ്. നിങ്ങൾ നോക്കാം. BC ഡിവൈഡഡ് ബൈ അത് മുഴുവനായിട്ടുള്ള AC അല്ലേ മുഴുവനായിട്ടുള്ള. ഇങ്ങനെ ഞാനൊരു റേഷ്യോ ആക്കി എടുത്തു. ഏതെടുത്ത് നോക്കിക്കോ? ഏതെടുത്ത്? BC എന്ന് പറയുന്ന ഈ ചെറിയ ഭാഗവും ഇത് മുഴുവനായിട്ടുള്ള AC എന്ന് പറയുന്ന ഭാഗവും രണ്ടും കൂടെ ചേർത്തിട്ട് ഞാനൊരു റേഷ്യോ ഉണ്ടാക്കി. ഏതാ റേഷ്യോ? BC ബൈ AC. അതേപോലെ നിങ്ങൾക്ക് ഇപ്പുറത്തെ ഭാഗത്ത് റേഷ്യോ പറയാൻ പറ്റും. അതിന് തുല്യമായ അളവ് ആരാ? BCക്ക് തുല്യമായിട്ട് നിങ്ങൾക്ക് QR എടുക്കാം.
ഒരു കഷ്ണം. അത് കഴിഞ്ഞാൽ ഇത് മുഴുവനായിട്ടാണ് എടുത്തത്. അപ്പൊ ഇവിടെയും അതേപോലെ മുഴുവനായിട്ട് എടുത്താൽ ഇത്രയും അത് മുഴുവനായിട്ടാണ്. PR ആണ് അവിടെ മുഴുവനായിട്ട് എടുക്കേണ്ടത്. നിങ്ങൾ അങ്ങനെ ഒന്ന് റേഷ്യോ എഴുതി നോക്കിക്കേ. അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് വരേണ്ട റേഷ്യോ ഇത് ഈക്വൽ ആയിട്ട് എന്താ വരിക? QR ഡിവൈഡഡ് ബൈ PR. ഇങ്ങനെ നിങ്ങൾക്ക് കറക്റ്റ് റേഷ്യോ, ഒരു ചെറുതും ഒരു വലുതും അല്ലെ, അതേപോലെ അപ്പുറത്ത് ഒരു ചെറുതും ഒരു വലുതും കൂടെ ഒരുമിച്ചാക്കി എടുക്കാം. ഇനി ഇത് കണക്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കണം. QR എത്രയെന്നാണ് ക്വസ്റ്റ്യൻ. BCയും AC ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. BC എന്ന് പറയുന്നത് 3 ആയിരുന്നു, AC എന്ന് പറയുന്നത് മുഴുവനായിട്ടുള്ളത് 5 ആയിരുന്നു അല്ലെ. QR നമ്മൾ QR തന്നെ എഴുതി വെക്കുന്നു, ഡിവൈഡഡ് ബൈ അതിന്റെ താഴെയായിട്ട് PR എന്ന് പറയുന്നത് മുഴുവനാ. ടോട്ടൽ ലെങ്ത് എത്രയാ? 15 അല്ലായിരുന്നോ? 15 എന്ന് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ ഈ ബൈ 15 ഹരിക്കണം 15 ഇങ്ങോട്ട് എടുത്തിട്ട് എന്തായി? 3/15 സോറി 3/5 അല്ലേ അവിടെയുള്ള നമ്പർ 5 ആണ്. 3/5 ആ 15 അങ്ങോട്ടേക്ക് പോയാൽ ഇൻറ്റു 15 എന്ന് വരും. ഈക്വൽ നമ്മുടെ QRന്റെ വാല്യൂ. 15നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 × 3 9 ആയിരിക്കും നമ്മുടെ QR ഉണ്ടാവുക. 9 സെന്റിമീറ്റർ. എന്താ നോക്കിയേ, ഈ ലെങ്ത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത് 9 ആണെന്നാണ് നമുക്ക് കിട്ടുന്നത്. എത്രയാണെന്നുണ്ട്? QRന്റെ നീളം കാണാൻ പറഞ്ഞു. QR 9 സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക. റെഡി? ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിച്ചുള്ള കാര്യം? പോയിന്റ് എല്ലാം ക്ലിയർ അല്ലേ? എവിടുന്ന് എങ്ങോട്ടേക്ക് കണക്ട് ചെയ്തെടുത്തു അതേപോലെ എടുത്തു. ഇനി ബാക്കി ഇത് എത്ര ഉണ്ടാവും? ഈ PQ എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടില്ല. ഇനി അഥവാ അവർ PQ ചോദിച്ചാൽ ഇത് മുഴുവനായിട്ട് 15 ഉണ്ട്. ആ 15 9 കുറച്ചിട്ട് ബാക്കി ഇവിടെ 6 ഉണ്ടാവും കേട്ടോ. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഇവിടുത്തതും കണ്ടുപിടിക്കാൻ പറ്റും. ഈ ടൈപ്പ് ഒരു റേഷ്യോ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ റേഷ്യോ പഠിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പാരലൽ വരച്ച് പറഞ്ഞ ഈ പരിപാടിയിലെ അത് തന്നെ ട്രയാങ്കിളിലും കൂടി ഒന്ന് പഠിച്ചു വെക്കണേ. ത്രികോണത്തിലും കൂടി ഒന്ന് പഠിച്ചു വെക്കുക. എങ്ങനെയാ ത്രികോണത്തിൽ അത് പഠിച്ചു വെക്കണ്ടേ? എന്നാ നോക്കിക്കോ. ത്രികോണത്തിലാവുന്ന സമയത്ത് ഇതാ ഇങ്ങനെയൊരു ത്രികോണം വരയ്ക്കുന്നു. ഇതാണ് നമ്മുടെ ത്രികോണം. ഈ ത്രികോണത്തിലുള്ള പ്രത്യേകത, ഏതെങ്കിലും ഒരു സൈഡിന് നിങ്ങൾ ഒരു സമാന്തര വര വരയ്ക്കുക, പാരലൽ. ഞാൻ ഈ താഴെയുള്ള സൈഡിന് ഇതാ ഇങ്ങനെ ഒരു പാരലൽ ലൈൻ വരച്ചു. ഒരു സൈഡിന് പാരലലാക്കി ഒരു ലൈൻ വരച്ചാൽ ഇതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മളിവിടെ പേര് കൊടുത്തതിന് ശേഷം പറയാം. ഇവിടെ ABC എന്നും ഇത് PQ എന്നും നമ്മൾ പേര് കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പ്രത്യേകത എന്താ? ഇങ്ങനെ ഒരു സൈഡിന് പാരലാക്കി വരച്ചു വെച്ചാൽ ബാക്കിയുള്ള 2 സൈഡിലെ നമ്മൾ പാരലൽ വരയ്ക്കാത്ത 2 സൈഡിലെ ഏതൊക്കെയാ? ഒരെണ്ണം ACയും ഒരെണ്ണം BCയും. ആ 2 സൈഡ് കട്ടാവുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ഇതാണ് നമ്മുടെ പോയിന്റ്. എ ലൈൻ പാരലൽ ടു വൺ സൈഡ് കട്ട്സ് ദി അതർ 2 സൈഡ്സ് ഇൻ ദ സെയിം റേഷ്യോ. ത്രികോണത്തിലെ ഒരു വശത്തിന് സമാന്തരമായി വരയ്ക്കുന്ന വര മറ്റ് 2 വശങ്ങളെ ഒരേ അനുപാതത്തിലാണ് ഭാഗിക്കുക. അങ്ങനെ നിങ്ങൾ ഇവിടെ റേഷ്യോ പറഞ്ഞാൽ ഇപ്പുറത്തെ ഭാഗത്ത് റേഷ്യോ നോക്ക്. AP/PC ഈക്വൽ ആയിരിക്കും അതേപോലെ BQ/QC. ഇങ്ങനെ എഴുതാൻ പറ്റും. ഈ 2 ഭാഗത്തെ റേഷ്യോയും അപ്പുറത്തെ 2 ഭാഗത്തെ റേഷ്യോയും ഈക്വൽ ആയിരിക്കും. ഇനി നിങ്ങൾ ഇത് റേഷ്യോ എടുക്കുമ്പോൾ ചെറുതും വലുതുമാക്കി ഒക്കെ ചെയ്ത് പഠിക്കണേ, എല്ലാ രീതിയിലും പഠിക്കണേ. നിങ്ങൾ ഈ APക്ക് പകരം നിങ്ങൾ എങ്ങനെ എടുക്കുന്നത് വിചാരിക്കാം? ആ APക്ക് പകരം മുഴുവനായിട്ടുള്ള AC എടുത്തെന്ന് വിചാരിക്കുക. AC/ മുഴുവനായിട്ടുള്ള AC എടുക്കുക, ഡിവൈഡഡ് ബൈ എന്നിട്ട് ആ ചെറിയ PC അതിന്റെ കൂടെ എഴുതിയെന്ന് വിചാരിക്കാം. ഒരു കഷ്ണം PC മുഴുവനായിട്ടുള്ള AC ഇതാ, ഇത് മുഴുവനായിട്ടുള്ള ACയും ഈ ഒരു ഭാഗം കൂടെ ചേർത്തിട്ട് PCയും ചേർത്ത് നിങ്ങൾ ഒരു റേഷ്യോ ആക്കി എഴുതിയെന്ന് വിചാരിക്കുക. അത് ഈക്വൽ ആയിരിക്കും ആർക്ക്? ഇതിനെ കണക്കാക്കി അപ്പുറത്തെ ഭാഗത്ത് എടുത്താൽ മതി. അവിടെ ആരാ വരിക? അവിടെയുള്ള മുഴുവനായിട്ടുള്ള ഭാഗം BC ആണ്. BC ഡിവൈഡഡ് ബൈ അവിടുത്തെ ചെറിയ ഭാഗം QC ആണ്. ഇങ്ങനെ അവർ എങ്ങനെയാണോ ഒരു ഭാഗം കണക്ട് ചെയ്യുന്നത് അതേപോലെ മറ്റേ ഭാഗം കൂടെ കണക്ട് ചെയ്താൽ റേഷ്യോ കറക്റ്റ് എഴുതാൻ പറ്റിയ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ഈ ടൈപ്പ് ക്വസ്റ്റൻ ഒക്കെ സോൾവ് ചെയ്യാം. ഇനി ഇവിടെ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് പറഞ്ഞാൽ ഈ ഭാഗം നമുക്ക് കംപ്ലീറ്റ് അങ്ങ് ക്ലിയർ ആയി കാണാം. സിമ്പിൾ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് എന്തായാലും കുറെ ചോദ്യങ്ങൾ വരും. അപ്പൊ ഈ പറഞ്ഞ പോയിന്റിന് പുറമെ ഒരു കാര്യം കൂടെ ചേർത്ത് പഠിച്ചോ. ഇങ്ങനെ നമ്മളിപ്പോൾ ട്രയാങ്കിളിന്റെ ഉള്ളിൽ വരച്ചു വെച്ച ലൈനില്ലേ, അത് നിങ്ങൾ ഇങ്ങനെ ചുമ്മാ വരയ്ക്കുന്നതിന് പകരം ഏതെങ്കിലും ഒരു സൈഡിന് പാരലൽ വരയ്ക്കുന്നതിന് പകരം നിങ്ങൾ എങ്ങനെയാ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. 2 സൈഡുകളുടെ നമ്മുടെ 2 സൈഡിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. ഏതെങ്കിലും ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ട്രയാങ്കിളിന്റെ മറ്റേ സൈഡിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്താൽ ഇവിടെയുള്ള മിഡ് പോയിന്റ് മാർക്ക് ചെയ്തു. വെറുതെ പാരലൽ വരയ്ക്കുന്നതിന് പകരം 2 സൈഡുകളുടെ മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ വരയ്ക്കുന്നതെന്ന് വിചാരിക്കുക. ഇങ്ങനെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചാലുള്ള പ്രത്യേകത, നിങ്ങൾ ഏത് 2 സൈഡിന്റെ മിഡ് പോയിന്റാണ് ജോയിൻ ചെയ്തത്, ആ സൈഡ് അല്ലാതെ വേറെ ഒരു സൈഡ് ബാക്കിയില്ലേ? ഈ സൈഡും ഈ സൈഡുമാണ് നിങ്ങൾ മിഡ് പോയിന്റ് ജോയിൻ ചെയ്യാൻ എടുക്കുക. 2 സൈഡ് 2 വശങ്ങൾ. ആ 2 വശങ്ങൾ അല്ലാതെ ഇവിടെ മൂന്നാമത്തെ ഒരു വശം ബാക്കി കിടക്കുന്നില്ലേ, അതുമായിട്ടാണ് ഇവിടെ കണക്ഷൻ വരാൻ പോകുന്നത്. നമ്മൾ ഇപ്പം വരച്ച ഈ ലൈനും ആ മൂന്നാമത്തെ സൈഡിലെ അത് തമ്മിൽ പാരലൽ ആയിരിക്കും. മക്കളെ പഠിച്ചു വെച്ചേ, 2 സൈഡിന്റെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചാൽ അത് മൂന്നാമത്തെ സൈഡിന് പാരലലും ആയിരിക്കും. അതിന് പുറമെ അതിന്റെ നീളത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് നമ്മളൊരു AB എന്നും ഇവിടെ C ഇവിടെ PQ എന്ന് കൊടുക്കുന്നു. ഈ PQ AB തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്.
പി ക്യൂ എന്ന് പറയുന്നത് എ ബിയുടെ പകുതി ആയിരിക്കും, ഹാഫ് എ ബി ആയിരിക്കും. എ ബിയുടെ നീളം എത്രയാണോ അതിന്റെ പകുതിയാണ് പി ക്യൂ ഉണ്ടാവുക. അതേപോലെ ഈ പി ക്യൂ എന്ന് പറയുന്നത് പാരലൽ ടു എ ബി ആയിരിക്കും. എ ബിക്ക് പാരലലും ആണ്, എ ബിയുടെ പകുതിയുമാണ്. റെഡി അല്ലേ? രണ്ട് വശങ്ങളുടെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വെച്ചാൽ മൂന്നാമത്തെ സൈഡ് ഏതാണോ ആ സൈഡിന് പാരലലും ആയിരിക്കും, അതിന്റെ ഹാഫും ആയിരിക്കും ലെങ്ത് ഉണ്ടാവുക. ക്ലിയർ? അപ്പൊ ഇവിടെ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചെയ്ത ഒരു 8 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഇയാള് 4 സെന്റിമീറ്റർ ആയിരിക്കും. മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കണം കേട്ടോ. അങ്ങനെയാണെങ്കിലാണ് ഈ പകുതി പരിപാടി വരിക. ഇനി ചുമ്മാ വരച്ചു വെച്ചാലോ, വെറുതെ ഒരു ലൈനാണ് വരച്ചു വെച്ച് പാരലാക്കി വരയ്ക്കുന്നതെങ്കിൽ ബാക്കി രണ്ട് ഭാഗം കട്ടാവുന്ന റേഷ്യോ സെയിം ആയിരിക്കും. ഇത്രയും പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലേക്ക് വേണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സെക്ഷനിൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് അടിപൊളി ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാം. റെഡിയേ? രണ്ടാമത്തെ ചോദ്യം, ഇൻ ദ ഫിഗർ പി ക്യു ആർ എസ് ആർ ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ സൈഡ്സ് ഓഫ് ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി. ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററലിന്റെ മിഡ് പോയിന്റ്സുകൾ ജോയിൻ ചെയ്ത്, ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റ് ആണ് ഇതൊക്കെ. ഈ താഴെയുള്ള ബി സിയുടെ മിഡ് പോയിന്റ് ആണ് ഈ ക്യൂ, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് 6. അങ്ങനെ ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ച വേറെ ഒരു ക്വാഡ്രിലാറ്ററൽ, അതാണ് നിങ്ങൾ ഈ കാണുന്ന പി ക്യു ആർ എസ്. റെഡിയാ? ഇഫ് ദ ഡയഗണൽ ബി ഡി ഈസ് 12 സെന്റിമീറ്റർ, ബി ഡി എന്ന് പറയുന്ന ഡയഗണലിന് 12 സെന്റിമീറ്റർ നീളമുണ്ട്. ഈ ബി മുതൽ ഡി വരെ ഇത് 12 സെന്റിമീറ്റർ നീളമുള്ള ഡയഗണലാണ്. വികരണം ബി ഡിക്ക് 12 സെന്റിമീറ്റർ നീളമുണ്ട്. നിങ്ങളോട് ചോദിക്കുന്നത് എന്താണെന്നറിയോ? നിങ്ങളോട് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ പി എസും ക്യു ആറും എത്രയാണ്? പി എസ് ക്യു ആർ ഇവയുടെ നീളങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ അതിന്റെ നീളം കണ്ടുപിടിക്കും? നിങ്ങൾ പഠിച്ചു വെച്ച തിയറീസ്, നമ്മൾ ഇപ്പം പറഞ്ഞ കുറച്ച് കാര്യങ്ങളില്ലേ, അതൊന്ന് അപ്ലൈ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് മാറും. ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഇതാണ് വേണ്ടതെന്ന് കൊണ്ട് കിട്ടാനുള്ള ഒരു പാടേ ഉണ്ടാവുള്ളൂ. ബാക്കി ഒരു കുഴപ്പമില്ല. അത് അവിടെ നോക്കിയോ, കാണിച്ചു തരാം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ നോക്കേ. നിങ്ങളോട് ചോദിച്ചത് ഈ പി എസ് എത്രയെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് പി എസ് കാണാം, അത് കഴിഞ്ഞിട്ട് ക്യു ആർ നോക്കാം. പി എസ് കാണാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് ഒരു ട്രയാങ്കിൾ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. കണ്ടോ? ഇങ്ങനെ ഒരു ത്രികോണം. എല്ലാവരും നോക്കിയേ, ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ. ആ ട്രയാങ്കിൾ മാത്രം നോക്കുകയാണെങ്കിൽ ഈ ഒരു സൈഡ് എ ബി, ആ എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി. അതേപോലെ അടുത്ത സൈഡ് എ ഡിയുടെ മിഡ് പോയിന്റ് ആണ് എസ്. നമ്മൾ എന്താ തൊട്ട് മുന്നേ പഠിച്ചത് എന്താ? രണ്ട് സൈഡുകളുടെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചാൽ ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് പിയും ഒന്നിന്റെ മിഡ് പോയിന്റ് എസും, അത് ജോയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു ലൈന് വരച്ചാൽ എന്താണ് ആ ലൈനിന്റെ പ്രത്യേകത? ആ ലൈന് ഈ താഴെ കിടക്കുന്ന ലൈനിന്, ഈ താഴെ കിടക്കുന്ന സൈഡിലേതാ? നമ്മുടെ ട്രയാങ്കിളിന്റെ താഴെയുള്ള സൈഡ് അല്ലേ ആ ഡയഗണൽ? നോക്കിക്കോ, ട്രയാങ്കിളിന്റെ ബേസ് ആണ് നമുക്ക് വികരണം. റെഡി? അപ്പൊ ആ മൂന്നാമത്തെ സൈഡിന് അത് പാരലൽ ആയിരിക്കും, ഇതും പാരലൽ ആയിരിക്കും. മാത്രമല്ല ഇതിന്റെ നീളത്തിന്റെ പകുതിയാണ് ഇത് ഉണ്ടാവുക. നമ്മളിതാ ഇവിടെ പറഞ്ഞ പോയിന്റ് കണ്ടില്ലേ? ഹാഫ് എ ബിയും പി ക്യു പാരലൽ എ ബിയും അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഡയഗണൽ 12 ഉണ്ടെങ്കിൽ അതിന്റെ ഹാഫായ 6 സെന്റിമീറ്റർ ആയിരിക്കും പി എസിന്റെ വാല്യൂ ഉണ്ടാവുക. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് മറ്റേ ഭാഗം ചെയ്യാൻ പറ്റും. ഇതാ നോക്കിക്കേ, നേരെ താഴത്തേക്ക് നോക്കിയാൽ അടുത്ത ട്രയാങ്കിൾ കണ്ട, അടുത്ത ട്രയാങ്കിൾ കണ്ടോ? ത്രികോണം. ഈ ത്രികോണത്തിലും ഒരു സൈഡ് ബി സിയും ഒരു സൈഡ് ഡി സിയും, ആ രണ്ടെണ്ണത്തിന്റെയും മിഡ് പോയിന്റ് ആണ് ക്യൂവും ആറും. മിഡ് പോയിന്റുകൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വര ഈ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആണ്, അതിന്റെ പകുതിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 12ന്റെ പകുതിയായ 6 സെന്റിമീറ്റർ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക. നിങ്ങളോട് ചോദിച്ച രണ്ട് ചോദ്യത്തിൽ ഉത്തരം കയ്യിലേക്ക് കിട്ടി. ഇത് 6 ആണെങ്കിൽ താഴെയുള്ളതും 6 സെന്റിമീറ്റർ. ഇനി മക്കൾ ഒരു കാര്യം ഇവിടെ നോക്കിക്കോ, ഈ വരച്ച് വെച്ച ഈ ആളില്ലേ, ഇത് വെറും ഒരു ക്വാഡ്രിലാറ്ററൽ ആയിരിക്കില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡുകൾ ഈക്വലും പാരലലുമാണ്. എതിർവശങ്ങൾ തുല്യവും സമാന്തരവുമാണ്. അപ്പൊ അതെന്താ സാധനം? അതൊരു പാരലലോഗ്രാം ആണ്, സാമാന്തരികമായിരിക്കും കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ഒരു ക്വാഡ്രിലാറ്ററലിന്റെ 4 സൈഡിന്റെയും മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചാൽ കിട്ടുന്ന ആ ഒരു ഷേപ്പില്ലേ, ആ ഒരു ക്വാഡ്രിലാറ്ററലില്ലേ, അത് ആരാണെന്ന് ചോദിച്ചാലും ആരാണത്? അതൊരു പാരലലോഗ്രാം ആണ്, സാമാന്തരികമാണ് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് കേട്ടോ, സിമ്പിൾ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. നമുക്ക് അടുത്തിലേക്ക് ഒന്ന് പോയി നോക്കിയാലോ. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതിന് മുന്നേ നമുക്ക് ഈ ചാപ്റ്ററിൽ ഒരു ചെറിയൊരു 2 കാര്യങ്ങളൂടെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിലേക്ക് വേണ്ട കംപ്ലീറ്റ് തിയറി ആവും. നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി പഠിച്ച റേഷ്യോ ആക്കുന്ന പരിപാടിയിലെ, അതിന് പുറമെ റേഷ്യോയും പറഞ്ഞു, ട്രയാങ്കിളിന്റെ ഉള്ളിലുള്ള 2 കാര്യങ്ങളും പറഞ്ഞു തന്നു അല്ലേ? അതിന് പുറമെ ഒരാളെയും കൂടെ നിങ്ങൾ ഇവിടെ പഠിക്കാനുണ്ട്. എന്താണെന്നറിയോ? ഇതാ ഒരു ട്രയാങ്കിൾ. ഈ ത്രികോണത്തിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന്, ഒരു കോർണറിൽ നിന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതാ ഇങ്ങനെ കുത്തനെ ഒരു വര വരയ്ക്കുക. 90 ഡിഗ്രിയിൽ വരയ്ക്കണേ. വരയ്ക്കുന്നത് 90 ഡിഗ്രിയിൽ വരയ്ക്കണം. ആ മിഡ് പോയിന്റ് ഒന്നുമില്ല, വെറുതെ കറക്റ്റ് 90 ഡിഗ്രി താഴത്തേക്ക് വരയ്ക്കുക. ഇനി ഇതാ അടുത്ത കോർണറിൽ നിന്ന് 90 ഡിഗ്രിയിൽ നേരെ ഓപ്പോസിറ്റിലേക്ക് ഒരു വര, 90 ഡിഗ്രി. റെഡി? ഈ വരയ്ക്കുന്ന വരേന്റെ പേരെന്താ?
ഇങ്ങനെ നമ്മൾ കുത്തനെ വരയ്ക്കുന്ന ഈ വരേനെയാണ് ആൾട്ടിറ്റ്യൂഡ്സ് എന്ന് വിളിക്കും. ഉന്നതി എന്ന് പറയും അല്ലേ. നമ്മുടെ ത്രികോണത്തിന്റെ ഉന്നതി അല്ലെങ്കിൽ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമാണെങ്കിൽ 90 ഡിഗ്രിയിൽ വരയ്ക്കുക. ഒരു ത്രികോണത്തിൽ എത്ര ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കാൻ പറ്റും? എത്ര വരയ്ക്കാൻ പറ്റും? 3 വരച്ചൂടെ? ഒരെണ്ണൂടെ വരയ്ക്കാൻ പറ്റൂ അല്ലേ. ഇവിടുന്ന് നമുക്കിതാ ഇങ്ങനെ കറക്റ്റ് 90 ഡിഗ്രി കറക്റ്റ് ആക്കിയിട്ട് ഒരാളെയും കൂടെ വരയ്ക്കാം. ഇവിടെ 90 ഡിഗ്രി. അങ്ങനെ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ ഈ ആൾട്ടിറ്റ്യൂഡുകളിലെ ഇവന്മാരുടെ ഓരോരുത്തരുടെ പേരെന്താ? ഈ ഒരാളുടെ പേര് ആൾട്ടിറ്റ്യൂഡ് എന്നാണ് വിളിക്കുക കേട്ടോ. എന്താ വിളിക്കുക? ആൾട്ടിറ്റ്യൂഡ്, ഉന്നതി എന്ന് വിളിക്കും. അങ്ങനെ ഒരു ത്രികോണത്തിൽ എത്ര ആൾട്ടിറ്റ്യൂഡ്സ് ഉണ്ട്? 3 വരയ്ക്കാൻ പറ്റും നമുക്ക്. അത് 3 കൂടെ കൂട്ടിമുട്ടുന്ന ഈ ഒരു പോയിന്റ് ഇല്ലേ, 3 ആളും കൂടെ ഈ കൂട്ടിമുട്ടുന്ന ഈ ആൾട്ടിറ്റ്യൂഡ്സുകൾ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കാന്ന് അറിയോ? മറക്കരുത്, നല്ലോണം ഓർത്തു വെച്ചോ. അതിന്റെ പേര് തന്നെ അങ്ങനെയാണ്, ഓർത്തോ സെന്റർ. ഇനി മറക്കൂലല്ലോ, ഓർത്തു വെക്കൂലേ? അതിന്റെ പേരെന്താ? ഓർത്തോ സെന്റർ എന്ന് പറയും കേട്ടോ. എന്താ? ത്രികോണത്തിന്റെ ലംബ കേന്ദ്രം എന്ന് പറയും. ലംബ കേന്ദ്രം, ഓർത്തോ സെന്റർ. ഈ ലംബങ്ങൾ ഇങ്ങനെ വരച്ചാൽ അത് കൂട്ടിമുട്ടുന്ന സ്ഥലം ഓർത്തോ സെന്റർ എന്നാണ് നമ്മൾ വിളിക്കുക. ഈ ഒരു കാര്യം ആദ്യം പഠിച്ചു വെക്കുക. ഇനി ഒരു പോയിന്റ് കൂടെ ഇതേപോലെ പറയാനുണ്ട്. രണ്ടാൾക്കാരും കൂടെ മാറിപ്പോകരുത്. രണ്ടാളും എപ്പോഴും മാറിപ്പോകുന്ന ആൾക്കാരാണ്, ശ്രദ്ധിക്കണേ. അടുത്ത പോയിന്റ് ഇതേപോലെ ത്രികോണം. ഇനി നിങ്ങൾ ഈ ത്രികോണത്തിൽ ആരെയാ വരയ്ക്കുന്നതെന്ന് അറിയോ? ഈ ത്രികോണത്തിൽ നേരത്തെ പോലെ 90 ഡിഗ്രിയിൽ വരയ്ക്കണ്ട, ആൾട്ടിറ്റ്യൂഡ് വരയ്ക്കണ്ട. അതിന് പകരം ഒരു കോർണറിൽ നിന്ന് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കാം. ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതാ ഒരറ്റത്ത് നിന്ന് ആ മിഡ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇനി ഇതാ അടുത്ത കോർണർ എടുക്കുക. അടുത്ത കോർണർ ഇതാ ഇവിടെ എടുത്തിട്ട് എന്ത് ചെയ്യുക? അതിന്റെ മിഡ് പോയിന്റ് ഇതാ ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റ് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് ഒരു കോർണറിന് ഒരു മൂലയിൽ നിന്ന് നീട്ടി അങ്ങോട്ട് വരയ്ക്കാം. അങ്ങനെ നമ്മൾ വരച്ച് വെക്കുന്ന ലൈൻ ദാ ഒരെണ്ണം കൂടെ വരച്ചു. ഈ വരേന്റെ പേരെന്താണെന്ന് അറിയോ? എന്താ ഇതിന്റെ പേര്? ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മീഡിയൻ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? മീഡിയൻ. അങ്ങനെ എത്ര മീഡിയൻ വരയ്ക്കാൻ പറ്റും? മീഡിയൻസും 3 വരയ്ക്കാൻ പറ്റും. ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്. ദാ ഇങ്ങനെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുന്നത്. എങ്ങോട്ടാ പോണ്ടേ? ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക്, ഒരു വെർട്ടെക്സിന് ഓപ്പോസിറ്റ് സൈഡിന്റെ മിഡ് പോയിന്റിലേക്ക് വരയ്ക്കുക. ഈ വരച്ചു വെക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? മീഡിയൻ. മീഡിയൻ, നടുവര എന്ന് പറയൂ കേട്ടോ. നടുവര, മീഡിയൻസ്. ഈ മീഡിയൻസും മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം കണ്ടോ നിങ്ങള്? 3 മീഡിയനും കൂടെ ഇന്റർസെക്ട് ചെയ്യുന്ന ഒരു സിംഗിൾ പോയിന്റിലെ ആ സിംഗിൾ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ വിളിക്കുക? സെൻട്രോയിഡ്. സെൻട്രോയിഡ്. റെഡിയാണേ? അപ്പൊ അതെല്ലാം കൂടെ കൂട്ടിമുട്ടുന്ന ഇങ്ങനെ ഒരു പോയിന്റ് കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. സെൻട്രോയിഡ് എന്നാണ് നമ്മൾ ആ പോയിന്റിനെ വിളിക്കുന്ന പേര്. ഓക്കെ ആണോ? മധ്യമ കേന്ദ്രം. നോക്കണേ, ത്രികോണത്തിന്റെ സെൻട്രോയിഡ് എന്ന് പറയും. സെൻട്രോയിഡ്. അപ്പൊ ഇത്രയും ഒന്ന് ഓർത്ത് വെച്ചോ. സെൻട്രോയിഡിന്റെ ഉള്ളിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ആ സെൻട്രോയിഡ് നോക്കണേ, ഈ സെൻട്രോയിഡ് ഇവിടെ ഒരു മീഡിയൻ എന്ന് പറഞ്ഞ ആളില്ലേ, ഇതല്ലേ നമ്മുടെ മീഡിയൻ. ഈ പോയിന്റ് ആണ് നമ്മുടെ സെൻട്രോയിഡ്. ഈ സെൻട്രോയിഡ് മുതൽ മീഡിയൻ ഇങ്ങോട്ടും ഇങ്ങോട്ടും 2 കഷ്ണമായിട്ട് മാറുന്നില്ലേ? ഇവിടെ സെൻട്രോയിഡ് ഇവിടുന്ന് ഇങ്ങോട്ടേക്കും ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 കഷ്ണമായിട്ട് മാറി കിടക്കുന്നില്ലേ നമ്മുടെ മീഡിയൻ? നടുവരെ 2 പീസായില്ലേ? ആ പീസ് ആവുന്നത് ഒരു റേഷ്യോയിലായിരിക്കും. അതും കൂടെ ഒന്ന് പഠിച്ചേക്കണേ. ഇത്രയും പഠിച്ചല്ലേ? ആ പോയിന്റ് കൂടെ ഒന്ന് പഠിച്ചു വെച്ചോ. നമ്മൾ പറയുന്ന അവസാനത്തെ പോയിന്റ് ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കേണ്ട ലാസ്റ്റ് തിയറി ആയിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇവിടുന്ന് നിങ്ങളിതാ ഇങ്ങനെ ഒരു മീഡിയൻ വരയ്ക്കുന്നു. ഒരു മൂലയിൽ നിന്ന് എതിർവശത്തിന്റെ മധ്യബിന്ദുവിലേക്ക് വരച്ചു വെക്കുന്ന ആ വര നമ്മൾ വിളിച്ച പേരെന്താ? മീഡിയൻ എന്ന് വിളിക്കുന്ന ഈ വര. അങ്ങനെ ഒരു മീഡിയനും കൂടെ വരച്ച നമ്മളിതാ ഇങ്ങനെ ഒരു മീഡിയനും കൂടെ വരയ്ക്കുന്നു. ആ 2 മീഡിയനും കൂടെ കൂട്ടിമുട്ടി. ഇനി 3ാമത്തെ വരയ്ക്കേണ്ട ആവശ്യമില്ല. 2 വരച്ചാൽ തന്നെ അത് കൂട്ടിമുട്ടിയില്ലേ? 3ാമത്തെ എന്തായാലും അതിലല്ലേ പോവുള്ളൂ. ആ 2 കൂടെ കൂട്ടിമുട്ടിയ ഈ സ്ഥലം നമ്മൾ വിളിച്ചു സെൻട്രോയിഡ് എന്ന് വിളിച്ചു. സെൻട്രോയിഡിന്റെ പ്രത്യേകത എന്താ? സെൻട്രോയിഡ് വരച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ മീഡിയൻ 2 കഷ്ണങ്ങളായിട്ട് മാറും. അത് ചുമ്മാ മാറുകയല്ല, അതൊരു റേഷ്യോയിലാണ് മാറുക. 2:1 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും. നിങ്ങൾ നോക്കി വെച്ചോ, സെൻട്രോയിഡ് മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ. ഈ സെൻട്രോയിഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങോട്ടുള്ള റേഷ്യോ 2:1 ആയിരിക്കും. ഈ കഷ്ണത്തിന്റെ പകുതി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഇവിടെ 1 വന്നപ്പോൾ ഇവിടെ 2 വന്നില്ലേ? ഇനി ഇവിടെ 2 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ ഇവിടെ 4 സെന്റിമീറ്റർ ആയിരിക്കും ഉണ്ടാവുക. അതിന്റെ ഡബിൾ ഇതാ, ഈ കഷ്ണത്തിന്റെ ഡബിൾ ആണ് ഇവിടെ. 2:1 എന്ന റേഷ്യോയിലാണ് അത് കട്ട് ചെയ്യുന്നത്. എവിടുന്ന്? ഫ്രം ദ വേർട്ടെക്സ് എന്ന് പറയട്ടോ. ഈ വേർട്ടെക്സ് നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം 2ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1ഉം. ഇനി അല്ലെങ്കിൽ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഭാഗം 1ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗം 2ഉം. എങ്ങനെ വേണമെങ്കിൽ ഓർത്ത് വെച്ചോ. അല്ലെങ്കിൽ കണ്ടാൽ തന്നെ അറിയില്ലേ, നീളം കൂടിയ ഭാഗം 2ഉം ചെറിയ ഭാഗം 1ഉം അല്ലേ വരുള്ളൂ. അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി, മാറിപ്പോലും കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയും എല്ലാവർക്കും ഓക്കെ എന്ന് വിചാരിക്കുന്നു. ഇതാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള പോയിന്റ്സ്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഈ സെക്ഷൻ വെച്ചുകൊണ്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇതാ നോക്കിക്കോ.
ലാസ്റ്റ് പോയിന്റ് ആയിരുന്നു ആ ഭാഗത്തുള്ള ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ ഡി ഈസ് ദ സെൻട്രോയിഡ് ഓഫ് ദ ട്രയാങ്കിൾ എ ബി സി. ത്രികോണം എ ബി സിയുടെ സെൻട്രോയിഡ്, ട്രയാങ്കിൾ എ ബി സിയുടെ സെൻട്രോയിഡ് ആണ് ഡി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതൊരു മീഡിയൻ ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു മീഡിയൻ ആണ്. മീഡിയൻ കൂട്ടിമുട്ടിയ സ്ഥലം സെൻട്രോയിഡ്. റെഡി? ഇനി എന്താ പറയുന്നത്? ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ബി ഡി. ക്യൂ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് ദ ലൈൻ ബി ഡി. ബി ഡി എന്ന് പറയുന്നത് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ലൈനിലെ അതിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ. അതേപോലെ ആർ എന്ന് പറയുന്നത് ഈ സി ഡിയുടെ മധ്യബിന്ദുവാണ്. സി ഡിയുടെ മിഡ് പോയിന്റ് ആണ് ആർ. ഇത്രയും ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. ഇനി നിങ്ങളോട് ചോദിക്കുക, ബി സി 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഈ താഴെ കിടക്കുന്ന ബി സി 10 സെന്റിമീറ്റർ ആണെങ്കിൽ നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് പി എസും ക്യു ആറും എത്രയാണെന്നാണ് ചോദ്യം. ഈ പി എസും ഈ ക്യു ആറും എത്രയെന്ന് ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പഠിച്ചൊരു ടോപ്പിക് ഉണ്ട്, അത് വെച്ച് കണക്ട് ചെയ്യാൻ കാണിച്ചു തരാം. നോക്കേ, ഇതൊരു ത്രികോണം, ഒരു വലിയ ത്രികോണം കണ്ടില്ലേ, വലിയൊരു ത്രികോണം. ആ ത്രികോണത്തിന്റെ ഒരു സൈഡ് എ ബി, എ ബിയുടെ മിഡ് പോയിന്റ് ആണ് പി. അടുത്ത സൈഡ് എ സി, എ സിയുടെ മിഡ് പോയിന്റ് ആണ് എസ്. രണ്ട് സൈഡിലെ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ച ലൈനാണ് പി എസ്. മിഡ് പോയിന്റുകൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈനിന്റെ പ്രത്യേകത എന്താ? മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ചാൽ അത് ഈ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. ഇവന്മാർ രണ്ടും പാരലൽ ആയിരിക്കും. മാത്രമല്ല അതിന്റെ പകുതി ഉണ്ടാവും. ഇവിടെ 10 ഉണ്ടെങ്കിൽ ഇത് 10ന്റെ പകുതി ഉണ്ടാവും. നമുക്ക് ആൻസർ കിട്ടി. ഓരോ വാല്യൂസ് നോക്കേ, ഏതൊക്കെയാ? എ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ച രണ്ടെണ്ണവും നമുക്കറിയാം. പി എസ് എന്ന് പറയുന്നത് 5 സെന്റിമീറ്റർ ആണ്. ഇനി ക്യു ആർ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നോക്ക്, ക്യു ആറിന്റെ നീളം ഇതേപോലെ ഒന്ന് ആലോചിച്ചോ. ഇതാണ് ക്യു ആർ. ഒരു ട്രയാങ്കിൾ ഞാൻ കാണിച്ചു തരാം. ഏതാണെന്നറിയോ? ബി ഡി സി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ, ബി ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡിന്റെ മിഡ് പോയിന്റ് ആണ് ക്യൂ, മറ്റേ വശത്തിന്റെ മധ്യബിന്ദുവാണ് ആർ. ഈ രണ്ട് മിഡ് പോയിന്റ് കൂടെ ജോയിൻ ചെയ്താൽ കിട്ടുന്നതാണ് ക്യു ആർ എന്ന് പറയുന്നത് അല്ലേ. വീണ്ടും വന്നു, മിഡ് പോയിന്റ് ജോയിൻ ചെയ്താൽ, ട്രയാങ്കിളിൽ മിഡ് പോയിന്റ് ജോയിൻ ചെയ്താൽ ഈ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും, അതിന്റെ പകുതിയും ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യു ആറിന്റെ നീളവും 10ന്റെ പകുതിയായ 5 സെന്റിമീറ്റർ കറക്റ്റ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ചോദ്യം, സി ഡി ഈസ് ടു ഡി പി. ആരാ സി ഡി ഈസ് ടു ഡി പി? മലയാളത്തിൽ നോക്കണോ? സി ഡി എവിടെ? സി ഡി, സി ഡി ഇവിടെ തൊട്ട് ഇവിടം വരെ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡി പി. ആ റേഷ്യോ എത്രയാണ്? നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു വെച്ചില്ലേ? സെൻട്രോയിഡ് നമ്മുടെ മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ അല്ലേ? ഇത് നമ്മുടെ സെൻട്രോയിഡ് മധ്യമ കേന്ദ്രം, സെൻട്രോയിഡ്. ആ സെൻട്രോയിഡ് ആരെ കട്ട് ചെയ്യുന്ന റേഷ്യോ? ഈ മീഡിയനെ കട്ട് ചെയ്യുന്ന റേഷ്യോ 2:1 ആണല്ലേ നമ്മൾ പഠിച്ചേ. അതിനിൽ അവർ ചോദിച്ചേ സി ഡി ഈസ് ടു ഡി പി എത്രയെന്നാ ചോദിച്ചേ. ആൻസർ കിട്ടി. എത്രയാണ് ആൻസർ? 2:1 ആണ് ആ കട്ടായ റേഷ്യോ. അപ്പോൾ 1:2 എഴുതി വെച്ചാൽ മാർക്ക് ഉണ്ടാവില്ലേ? ശ്രദ്ധിക്കണേ. സി ഡി ആണ് അവർ പറഞ്ഞത്. അപ്പൊ സി ഡി. തിരിച്ചിങ്ങോട്ടാണെങ്കിലോ ഈ പി ഡി ഈസ് ടു ഡി സി എന്നാണ് പറഞ്ഞതെങ്കിൽ 1:2 ആണ്. തിരിച്ച് അങ്ങോട്ട് പറഞ്ഞതിനെ കൊണ്ട് 2:1 തന്നെ എഴുതണം, എന്നാലേ മാർക്ക് ഉണ്ടാവുള്ളൂ. ലാസ്റ്റ് ചോദ്യം, ബി ക്യു ഈസ് ടു ക്യു ഡി ഈസ് ടു ഡി എസ്. ബി ക്യു ക്യു ഡി ഡി എസ് ഒന്നുമില്ല. ഇത് നമുക്ക് ഓൾറെഡി റേഷ്യോ അനുസരിച്ച്, ഇവിടുത്തെ റേഷ്യോ അനുസരിച്ച് ഇത് മുഴുവനായിട്ട് 2ഉം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 1ഉം ആണ് അല്ലെ. 2:1 ആണ്. അത് കഴിഞ്ഞാൽ ഈ 2 എന്ന് പറയുന്നതിന്റെ മിഡ് പോയിന്റ് ആണ് ഇവിടെ ഉള്ള ക്യൂ. അപ്പൊ ഇതെന്താ സംഭവിച്ചേ? ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഓൾറെഡി 1. 2:1 ഇല്ല, 2 ഇപ്പോൾ 1 ആയിട്ട് മാറി, 2 ഈക്വൽ പാർട്ടായിട്ട് മാറിയില്ലേ. അങ്ങനെ നിങ്ങൾ റേഷ്യോ പറയുകയാണെങ്കിൽ ഇത് 1:1:1 ആയിരിക്കും അവിടെ റേഷ്യോ വന്നിട്ടുണ്ടാവുക. ഓക്കെ ആണോ? ഇത്രയും നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഈ 3 ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതായത് ഫസ്റ്റ് സെക്ഷനിലുള്ള സിമ്പിൾ ആയിട്ട് വരുന്ന ഭാഗം, ആ ഭാഗത്തുള്ള ഒരുമാതിരി വരുന്ന ആ ഭാഗത്തെ എല്ലാ തിയറീസും ഒരുമിച്ച് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. അത് കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന ഇങ്ങനത്തെ വരുന്ന റേഷ്യോ ക്വസ്റ്റ്യൻസും അതേപോലെ നമ്മൾ ചെയ്യുന്ന എല്ലാ ടൈപ്പ് ചോദ്യങ്ങളിലും അതും പഠിക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ഒരു കൺസ്ട്രക്ഷൻസ് മാത്രം വരുന്നൊരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. ആ കൺസ്ട്രക്ഷൻ ഭാഗത്ത് നിങ്ങൾക്ക് എന്തായാലും ഒരു 3 ചോദ്യം നിങ്ങൾക്ക് എക്സാമിന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് മാത്രം 20 മാർക്കിന് മുകളിൽ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടാവും. ഓപ്ഷൻസും കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. അത് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ തന്നെ ഈ ഒരു പാരലൈൻസ് ചാപ്റ്റർ ഒന്ന് മര്യാദയ്ക്ക്, ചെറിയ ഈ പറഞ്ഞ തിയറീസേ ആ ചാപ്റ്ററിലുള്ളൂ. അത് കണ്ടിട്ട് ടെക്സ്റ്റിൽ കാണുന്ന സമയത്ത് നമ്മൾ കുറേ ചോദ്യങ്ങൾ വരുന്നതിനെ കൊണ്ടാണ് അത് അങ്ങനെ ആവുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ കാണുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ആ ചാപ്റ്റർ സ്കോർ ചെയ്യാൻ പറ്റും. പാരലൈൻസ് ഒരു ടഫ് ചാപ്റ്റർ ആണെന്ന് വിചാരിക്കരുത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ ഇനി രാത്രിത്തെ ലൈവിൽ നമുക്ക് ഇനിയും കുറച്ചും കൂടെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം. അതോടുകൂടെ നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ ഇനി ചെയ്യേണ്ട പരിപാടി എന്തൊക്കെയാ? ഇത്രയും നിങ്ങൾ ക്ലിയർ ആക്കി എടുക്കുക. ഈ ചാപ്റ്ററിന് ഫുൾ മാർക്ക് വാങ്ങുക. വൈകിട്ട് 7 മണിക്കുള്ള ലൈവിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഓക്കെ, ബൈ.